ബാണാസുര മലനിരകളിലേക്കൊരു യാത്ര. മഞ്ഞിനും മേഘങ്ങൾക്കുമിടയിലൂടെ ഒരു സാഹസിക ട്രക്കിംഗ്. പ്രകൃതിരമണീയമായ വയനാടിന്റെ കിരീടത്തിലെ ഒരു പൊൻതൂവലാണ് ബാണാസുര മലനിരകൾ. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6800 അടി 2073 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊടുമുടി ചെമ്പ്ര പീക്കിന് ശേഷം വയനാട്ടിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കൊടുമുടിയാണ്. വെറുമൊരു കാഴ്ച കാണൽ എന്നതിലുപരി കാടിന്റെ വന്യതയും പ്രകൃതിയുടെ ശാന്തതയും ഒരേ സമയം അനുഭവിച്ചറിയാൻ കഴിയുന്ന അതിമനോഹരവും എന്നാൽ വെല്ലുവിളികൾ നിറഞ്ഞതുമായ ഒരു സാഹസിക യാത്രയാണ് ബാണാസുര ഹിൽ ട്രെക്കിംഗ്. ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന മണ്ണുകൂടിയാണിത്. മഹാബലിയുടെ പുത്രനായ ബാണാസുരൻ തപസ്സു ചെയ്ത സ്ഥലമാണിതെന്നാണ് പഴമക്കാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പടുകൂറ്റൻ മലനിരകൾക്ക് ആ പേര് ലഭിച്ചതും. വനം വകുപ്പിന്റെ മുൻകൂർ അനുമതിയോടെയാണ് ഈ ട്രെക്കിംഗ് ആരംഭിക്കുന്നത്. അതിരാവിലെ തന്നെ യാത്ര ആരംഭിക്കുന്നതാണ് ഉത്തമം. പ്രഭാതകിരണങ്ങൾ മരച്ചില്ലകളിലൂടെ അരിച്ചിറങ്ങുന്ന കാഴ്ചയും കോടമഞ്ഞും പക്ഷികളുടെ കളകൂജനവും യാത്രയ്ക്ക് മികച്ചൊരു തുടക്കം നൽകും. തുടക്കത്തിൽ സുഗമമായ ഒരു നടത്തത്തിൽ ആരംഭിക്കുന്ന യാത്ര പതുക്കെ കാടിന്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കുന്നതോടെ അതിന്റെ യഥാർത്ഥ വെല്ലുവിളി പുറത്തെടുക്കും. കാടിന്റെ ഹൃദയത്തിലൂടെയുള്ള കയറ്റം. മുകളിലേക്ക് പോകുന്തോറും പാത കൂടുതൽ ദുർഘടമായി മാറും. ഏകദേശം 9 കിലോമീറ്ററോളം വരുന്ന ട്രെക്കിംഗ് പാതയിൽ കുത്തനെയുള്ള കയറ്റങ്ങളും വഴുക്കലുള്ള പാറക്കെട്ടുകളും ഇടുങ്ങിയ വഴികളും യാത്രികരുടെ ശാരീരിക ക്ഷമതയെയും പരീക്ഷിക്കും. എന്നാൽ ചുറ്റുമുള്ള പ്രകൃതിയുടെ വശ്യത ഈ കഷ്ടപ്പാടുകളെല്ലാം മറക്കാൻ സഹായിക്കുന്നതാണ്. ഇരുണ്ട ചോലവനങ്ങളും വൻമരങ്ങളും അപൂർവയിനം ഔഷധ സസ്യങ്ങളും കാട്ടുപൂക്കളും നിറഞ്ഞ വനത്തിലൂടെയുള്ള യാത്ര ഒരു മാന്ത്രിക ലോകത്തേക്ക് പ്രവേശിച്ച പ്രതീതിയാണ് നൽകുന്നത്. ഇടയ്ക്ക് കേൾക്കുന്ന കാട്ടുചോലകളുടെ സംഗീതവും കാടിന്റെ വന്യമായ നിശബ്ദതയും വല്ലാത്തൊരു അനുഭൂതിയാണ്. മരങ്ങൾ നിറഞ്ഞ കാടിന്റെ വന്യത പിന്നിട്ടാൽ പിന്നെ അതിവിശാലമായ പുൽമേടുകളിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ വീശിയടിക്കുന്ന തണുത്ത കാറ്റ് ശരീരത്തിലെ മുഴുവൻ ക്ഷീണവും അകറ്റും. മേഘങ്ങളെ തൊട്ടുനിൽക്കുന്ന കൊടുമുടി. ഏകദേശം 3-4 മണിക്കൂർ നീളുന്ന കഠിനമായ കയറ്റത്തിനൊടുവിൽ മലമുകളിലെത്തുമ്പോൾ അതുവരെ അനുഭവിച്ച പ്രയാസങ്ങളെല്ലാം അലിഞ്ഞില്ലാതാകും. സമുദ്രനിരപ്പിൽ നിന്ന് ആയിരക്കണക്കിന് അടി ഉയരത്തിൽ അക്ഷരാർത്ഥത്തിൽ മേഘങ്ങളെ തൊട്ടുനിൽക്കുന്ന ആ നിമിഷം വാക്കുകൾക്കതീതമാണ്. തണുത്ത കാറ്റ് വന്ന് മഞ്ഞുമൂടിയ പുതപ്പ് വകഞ്ഞു മാറ്റുമ്പോൾ താഴെ വിരിയുന്ന കാഴ്ച അതിഗംഭീരമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാമായ ബാണാസുര സാഗർ അണക്കെട്ടിന്റെ നീലജലപ്പരപ്പും അതിൽ പച്ചപ്പരവതാനി വിരിച്ചതുപോലെ ചിതറിക്കിടക്കുന്ന ചെറിയ തുരുത്തുകളും കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന താഴ്വരകളും ഒരു ജീവനുള്ള ക്യാൻവാസ് പോലെ കൺമുന്നിൽ തെളിയും. പ്രകൃതിയുടെ ഈ വിസ്മയം നോക്കി നിൽക്കുമ്പോൾ സമയം കടന്നുപോകുന്നത് നാം അറിയില്ല. മടങ്ങിച്ചെല്ലാൻ കൊതിക്കുന്ന ഓർമ്മകൾ. മലമുകളിൽ സുരക്ഷിതമായ ഇടങ്ങളിൽ വിശ്രമിക്കാനും ചിത്രങ്ങളെടുക്കാനും സമയം ചെലവഴിച്ച ശേഷം പതിയെ താഴേക്കിറങ്ങാം. പ്രകൃതിയെ നോവിക്കാതെ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കാട്ടിൽ വലിച്ചെറിയാതെ തിരികെ കൊണ്ടുവരാൻ ഓരോ സഞ്ചാരിയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇറക്കം കയറ്റത്തേക്കാൾ എളുപ്പമാണെങ്കിലും വഴുക്കലുള്ള ഇടങ്ങളിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ്. ബാണാസുര ഹിൽ ട്രെക്കിംഗ് വെറുമൊരു വിനോദയാത്രയല്ല, മറിച്ച് സ്വന്തം പരിമിതികളെ അതിജീവിച്ച് ആത്മവിശ്വാസം വീണ്ടെടുക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. ശരീരത്തിന് ക്ഷീണമുണ്ടാക്കുമെങ്കിലും മനസ്സിന് പറഞ്ഞറിയിക്കാനാവാത്ത ഉന്മേഷമാണ് ഈ യാത്ര സമ്മാനിക്കുന്നത്. മേഘങ്ങൾക്ക് മുകളിൽ ലോകം കീഴടക്കിയ ഒരു പ്രതീതിയുമായി മലയിറങ്ങുമ്പോൾ ഏതൊരു സഞ്ചാരിയുടെയും ഉള്ളിൽ വീണ്ടുമൊരിക്കൽ കൂടി ഈ ഹരിതവിസ്മയത്തിലേക്ക് മടങ്ങിയെത്തണമെന്ന ആഗ്രഹം അവശേഷിക്കും. പ്രകൃതിയെ അടുത്തറിയാൻ കൊതിക്കുന്ന ഏതൊരാളും ജീവിതത്തിൽ തീർച്ചയായും അനുഭവിച്ചിരിക്കേണ്ട ഒന്നാണ് ബാണാസുരയിലെ ഈ ട്രെക്കിംഗ്.